ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ദാ സ്കൂളും മദ്രസും ഒക്കെ പൂട്ടിയില്ലേ, എല്ലാവരും കുട്ടിമണികളൊക്കെ വീട്ടിലുണ്ടാവില്ലേ. അപ്പോൾ ഇത് നമ്മളെ മദ്രസ ഉള്ളൊരു ദിവസമായിരുന്നു. സ്കൂൾ പൂട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ മദ്രസ ഉള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ നീച്ചപ്പോൾ തന്നെ ലേറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് റവ ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ സംഭവം ഉപ്മാവിനായിരിക്കുമല്ലോ. പിന്നെ ഇവിടെ ഉപ്മാവിന് കറി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കറി എന്തായാലും വേറെ ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഞാൻ കറി തലേദിവസത്തേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എളുപ്പത്തിൽ ഉപ്മാവ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചായയും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു മുട്ടയും കൂടി പൊഴുകുന്നത്. നമ്മുടെ പാതിക്കുട്ടിക്കുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നാവിൽ പുണ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ഡോക്ടറെ കാണിച്ച സമയത്ത് വെയിറ്റ് നോക്കിയപ്പോൾ നല്ല വെയിറ്റ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ഇപ്പോൾ മുട്ടയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആളൊന്ന് വെയിറ്റ് വെച്ച് തരാൻ വേണ്ടിയിട്ട് നല്ല കുറവാണ് കേട്ടോ ആൾ. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെക്കേണ്ട അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തീ കത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ചകിരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് വേഗം തീ കത്തിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ രാവിലെ തന്നെ നമ്മൾ തലേദിവസത്തെ ചാറുണ്ടല്ലോ അതൊന്ന് കോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കോരിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തീ കത്തിപ്പിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. കോരിക്കഴിഞ്ഞാൽ വേഗം കത്തും. ഡെയിലി കോരുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഒലക്കടി ഇങ്ങനെ കത്തിച്ചിട്ട് ആ ചകിരിയിൽ വെച്ച് കൊടുത്തപ്പോൾ വേഗം തീ കത്തിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഉണങ്ങിയ ചകിരിയാണ്. ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് നല്ലോണം ഉണങ്ങുന്നുണ്ട്. മേലെ നമ്മൾ ടെറസിൻ്റെ മേലെ ഇട്ടിക്കാണ്. അപ്പോൾ അതിന്നിങ്ങനെ ആവശ്യത്തിനുള്ളത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാണ്ട് ചെയ്യുക. കുറച്ച് ഒരു 2 ദിവസം കൊണ്ടുവന്ന് ആവശ്യത്തിനുള്ളത് കൊണ്ടും പിന്നെ 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും കൊണ്ടുവന്ന് വെക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അങ്ങനെ തീയൊക്കെ ഏകദേശം കത്തിച്ചിട്ടുണ്ട്. പിന്നെ മുട്ട ഞാൻ 3 പേർക്കും പുഴുങ്ങാനിട്ടിട്ടുണ്ട്. ഇന്ന് മീനിന് പോയൊരു ഡേ ആയിരുന്നു. സോ എനിക്കും ഫതുക്കുട്ടിക്കും ഫൈസിക്കും വേണ്ടിയിട്ട് മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അടുപ്പത്ത് ചായയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ചായ തിളക്കുമ്പോൾ ചായ പൊടി മാത്രമേ ഇടാറുള്ളൂ, പഞ്ചസാര ഇടാറില്ല കേട്ടോ. എന്നിട്ട് അരച്ച് എടുക്കുമ്പോഴാണ് നമ്മുടെ പഞ്ചസാര ഇടാറ്. ചിലരിങ്ങനെ ചായ വെക്കുമ്പോൾ തന്നെ പഞ്ചസാര ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഞാനങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് അളവ് കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ ഇടുമ്പോൾ. അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തി നമ്മുടെ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി മുട്ട അങ്ങനെ ഫ്രിഡ്ജിൽ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചായയും കൂടി റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഫാദുക്കുട്ടി നല്ല ഉറക്കാണ് കേട്ടോ എപ്പോഴും. ഫൈസിക്കുട്ടി മദ്രസയ്ക്ക് പോയിക്കാണ്. ഏകദേശം വരാനായിട്ടുണ്ട്. ഏകദേശം വരാൻ ഒരു 5 മിനിറ്റ് മുന്നെയാണ് കേട്ടോ ഞാൻ ഉപ്മാവൊക്കെ ഉണ്ടാക്കിയത്. കാരണം ഉപ്മാവ് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഹാർഡാവും. അപ്പോൾ രാവിലെ ഞാൻ പൊതുവേ ഇപ്പോൾ ചായയിൽ മധുരമൊക്കെ കുറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ തീരെ മധുരം യൂസ് ചെയ്യാറില്ല. ചായ അധികം കുടിക്കാറില്ല, സ്കിപ്പ് ചെയ്യാറുണ്ട് പലപ്പോഴും. ചിലപ്പോൾ കൊണ്ട് എടുക്കും, ചിലപ്പോൾ ഇത് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ നേരത്തെ ചായ ചൂടാറുമല്ലോ, അപ്പോൾ പിന്നെ ഞാൻ ചിലപ്പോൾ കുടിക്കൂല കേട്ടോ. അങ്ങനെയൊക്കെ ആയിരിക്കും. അത് ഓരോ ദിവസം ഓരോ രീതിയാണ് കേട്ടോ. അങ്ങനെ പിന്നെന്താ പറയുക, പിന്നെ നമ്മുടെ ചാനലുണ്ടല്ലോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ഫോളോ ആക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ക്ലീനായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം പോകാനും വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കാറുണ്ട്. അങ്ങനെ വെള്ളം പോയ ശേഷമാണ് നമ്മൾ ഓരോന്നും ഓരോ സ്ഥാനത്തേക്ക് വെക്കാറുള്ളത്. വെള്ളത്തോടെ നമുക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നിന്നിട്ട് ആകെ ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ ഈ ഒരു റാക്കും കാര്യങ്ങളൊന്നും നമുക്ക് എടുത്ത് തുടയ്ക്കാനൊന്നും പറ്റില്ല, അതിൻ്റെ ഉള്ളിലേ തുടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെള്ളം നനവില്ലാതിരിക്കാൻ പരമാവധി നോക്കാറുണ്ട്. അങ്ങനെ കഴുകി വെച്ച പാത്രങ്ങളും സ്പൂണും ഗ്ലാസും ചട്ടിയും കലവും എല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്മാവ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ റവ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ റവ ഒരു പാക്കറ്റ് പൊട്ടിച്ച് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റവ ഉപ്മാവ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ കടുക് പൊട്ടിച്ച് ഉള്ളിയിട്ട് ക്യാരറ്റും ഇടാറുണ്ട്. ഇന്ന് ക്യാരറ്റ് ഇട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ റവ ഇട്ടിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ റവ മാവ് റെഡി. കുറച്ച് വെള്ളം ഇങ്ങനെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ടുണ്ടാവും, കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ഒരുപാട് ഹാർഡായിട്ടുണ്ടാവില്ല കേട്ടോ. കുറച്ച് വെള്ളം കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് ഒരു അച്ചാർ എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എന്ത് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ അച്ചാർ എടുക്കാറുണ്ട് കേട്ടോ. അതിപ്പോൾ എന്ത് അച്ചാറാണെന്നുണ്ടെങ്കിൽ നാരങ്ങയാണെങ്കിലും മാങ്ങയാണെങ്കിലും മീനാണെങ്കിലും ബീഫാണെങ്കിലും എന്ത് അച്ചാറാണെന്നുണ്ടെങ്കിലും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ ഫാദുക്കുട്ടി ഉണ്ടല്ലോ ഹാളിൽ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല.
ഫൈസി കുട്ടി മദർസ് വിട്ടൊരു 8:30 8:45 ആയിട്ടാണ് വന്നത്. ആ സമയത്തൊക്കെ ആൾ നല്ല ഉറക്കമാണ്. പിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കാനും പോയില്ല, അംഗൻവാടിയൊന്നും ഇല്ലല്ലോ, ഉറങ്ങിക്കോട്ടെ വിചാരിച്ച്. പിന്നെ ഇതാ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഇതാ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വീതനയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഇക്കാൻ്റെ ഏട്ടൻ്റെ മകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അവരൊക്കെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാനിതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്, എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഫാദുക്കുട്ടിക്ക് ഇതാ ബ്രഷും പേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ തിരുമ്പാനും വേണ്ടിയിട്ട് തുണികളൊക്കെ ഒന്ന് സോപ്പ് പൊടി ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. കുറച്ചുള്ളൂ കേട്ടോ, തലേദിവസം മീനോടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ലേക്ക്, അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ചുള്ളൂ കേട്ടോ. പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ഇടുന്ന ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വേഗം തിരുമ്പിടാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ളത്തെ കാര്യങ്ങളല്ലേ, പിന്നെ ഇന്ന് ലീവാണ്, കുട്ടികളൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പണി തീർത്തില്ല എന്നുണ്ടെങ്കിൽ പണി തീരുകയില്ല. ഇവരുടെ പിന്നാലെ നടക്കൽ തന്നെ ആയിരിക്കും പണി. പിന്നെ കുറേ ദിവസമായി എൻ്റെ ഏട്ടൻ്റെ മകൾ പറയുന്നുണ്ട് ചലഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നെന്തായാലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ തിരുമ്പി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ അന്നക്കുട്ടി ഫോൺ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ തിരുമ്പുകയാണ്. അപ്പോൾ നമ്മുടെ ഫാദുക്കുട്ടിക്ക് അപ്പുറത്തെ വീട്ടിലത്തെ അമ്മുക്കുട്ടി മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിലിങ്ങനെ ഇൻക്ലൂഡ് ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫാദുക്കുട്ടിയുടെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കേട്ടോ അമ്മു. മേക്കപ്പ് ചെയ്ത് കൊടുക്കാനും ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കാനും തലമുടി കെട്ടി കൊടുക്കാനും ഒക്കെ എക്സ്പേർട്ടാണ് കേട്ടോ. ആൾക്ക് ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭാവിയിൽ എന്തായാലും ഒരു ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവട്ടെ അല്ലേ. അതൊക്കെ കഴിഞ്ഞ് മക്കളെല്ലാവരും വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അപ്പുറത്തെയും ഇപ്പുറത്തെ വീട്ടിലത്തേക്ക് കുട്ടികളാണ് കേട്ടോ. എല്ലാവരും ചലഞ്ച് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. നമ്മളെ വാട്ടർ ഇങ്ങനെ ക്ലാസ്സിൽ വെച്ചിട്ട് ആരോഗ്യമ്പോഴാണ് കൂടുതൽ പോവുക, മീൻസ് ക്ലാസ് നിറഞ്ഞു പോവുക. അപ്പോൾ അവർ തോക്കും, അവർക്ക് നമ്മൾ ശിക്ഷ കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ജയാങ്കൂട്ടനാണ് കേട്ടോ വെള്ളം ഒഴിച്ചപ്പോൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ശിക്ഷയായിട്ട് നാരങ്ങ മാത്രമേ കൊടുക്കാനുള്ളൂ, വേറെ വലിയ മുളകും അതൊന്നും പറ്റില്ലല്ലോ, കുഞ്ഞു മക്കളല്ലേ. അങ്ങനെ നമ്മൾ നാരങ്ങയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തെ പണികൾ ചെയ്യാണ് കേട്ടോ. ചോറെടുപ്പത്ത് അരിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അങ്ങനെ കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരോട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നിട്ട്. പിന്നെ എല്ലാവരും അപ്പുറത്തെ വീട്ടിൽ നമ്മളെ മറ്റേ സീതപ്പഴം ഉണ്ടല്ലോ അത് പറിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം കുമ്പളങ്ങ ഉണ്ടായിരുന്നു ചെറിയൊരു പീസ്, അപ്പോൾ അത് ചേച്ചി തന്നാണ് കേട്ടോ. അപ്പോൾ അത് ചീഞ്ഞ് പോകാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുമ്പളങ്ങയും പരിപ്പും കറി വെക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്തും നമ്മുടെ പരിപ്പൊന്ന് വെള്ളത്തിൽ കുതിരാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അടുപ്പിൽ തന്നെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മക്കുട്ടിക്ക് തണുത്ത വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഇതെന്താ ചോദിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് പാലാണെന്ന് പറഞ്ഞാണ്. അപ്പോൾ അവളിതാ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്ന് അങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്ത് തരും കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ചിലപ്പോൾ തുണികളൊക്കെ മടക്കി വെക്കും. ഇതേപോലെ കുപ്പികളൊക്കെ റൂമിലൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് അടുക്കളയിൽ ഇങ്ങനെ ഒതുക്കി വെച്ച് തരും. അങ്ങനെയൊക്കെ ചെയ്ത് തരും കേട്ടോ. പിന്നെ മക്കളെല്ലാവരും അപ്പുറത്തെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്.
നമ്മുടെ സീതപ്പഴം ഉണ്ടല്ലോ അതും പറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ശരിക്കും ഇതാ ഒരു കുമ്പളങ്ങ തൂങ്ങി കിടക്കുന്നുണ്ട്, അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ വന്നത് നമ്മുടെ മറ്റേ സീതപ്പഴം കൊണ്ടാണെന്ന് മാത്രം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഉമ്മയും ഇപ്പയൊക്കെ ഇങ്ങനെ നമ്മളെ കാണാൻ വരുമ്പോൾ ആ പുതിയിൽ എന്താണുള്ളതെന്നൊക്കെ നോക്കാനൊരു ഭയങ്കര ക്യൂരിയോസിറ്റി, ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു കേക്കും പിന്നെ ഒരു സാൻഡ്വിച്ചിൻ്റെ പോലെ ഒരു ക്രീം പോലത്തെ ഒരു ബണ്ണും അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഠായും കാര്യങ്ങളൊന്നും വേണ്ട, മക്കൾക്ക് മിഠായൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഫാദുക്കുട്ടിക്ക് വായിൽ ഇൻഫെക്ഷൻ വന്നത് എന്തോ ഒരു മിഠായി കഴിച്ചിട്ടാണ് കേട്ടോ, ഇതാണെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് മിഠായി ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇപ്പോൾ തൽക്കാലം അവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിസ്ക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു, കറി അടുപ്പത്ത് വയ്ക്കാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞോട് ചായ വേണോ ചോദിച്ചപ്പോൾ ചായ മതിയോ ചോദിച്ചപ്പോൾ ചായ മതിയോ പറഞ്ഞു കേട്ടോ. ചോറ് ഇപ്പോൾ വേണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊക്കെ ചായ വെച്ചു, എൻ്റെ കൂടെ എനിക്കും കൂടി വെച്ചിട്ടോ. രാവിലെ ചായ മധുരമില്ലാത്ത ചായ കുടിച്ചാൽ ഉച്ചയ്ക്ക് മധുരമിട്ട ചായ കുടിക്കാൻ പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വെറൈറ്റി സംഭവം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഷോർട്സ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുളിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ കുറേ നാളായി നമ്മളെ മുടിയൊന്നും തീരെ നോക്കണില്ല, മുടിയൊക്കെ പൊട്ടി പൊളിഞ്ഞ് കുറേ പോയിട്ടോ. സത്യമായിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ പോലെ ആയിട്ടുണ്ട്, മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്, തീരെ ഇല്ലാതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലയിൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഞ്ഞിവെള്ളം തേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളം തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മുടി വളരും കേട്ടോ. പക്ഷേ എനിക്ക് കഞ്ഞിവെള്ളം കണ്ടിന്യൂസ് ആയിട്ട് തേക്കാൻ പറ്റില്ല, അതാണ് ഒരു പ്രശ്നം. അതായത് കഫ് കെട്ട് വരും. അപ്പോൾ ഞാനൊരു ഒന്നരാടം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അതായത് ഇന്ന് കഞ്ഞിവെള്ളം നമ്മൾ വാർത്ത് വെച്ച കഞ്ഞിവെള്ളം നമ്മൾ നാളെയാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇന്നത്തെ കഞ്ഞിവെള്ളം ഇന്ന് തന്നെ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഇത് കിട്ടില്ല എന്നാണ് പറയുന്നത്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അതായത് പുളിച്ച കഞ്ഞിവെള്ളം വേണം കേട്ടോ. അതെടുത്ത് വെക്കുക. അതിൽ ഇങ്ങനെ വെള്ളം എടുത്ത് വെക്കുമ്പോൾ അതിൽ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ എന്ന് പറയുമ്പോൾ ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു അര സ്പൂൺ അത്രയൊക്കെ മതി കേട്ടോ. എന്നിട്ടത് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് തലേ ദിവസം നമ്മുടെ ഉലുവ കുറച്ച്, അതായത് മേലത്തെ കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ട് ആ ഒരു ഉലുവൻ്റെ ഭാഗം മിക്സിയിലിട്ട് അടിക്കുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കറ്റാർവാഴൻ്റെ പീസും കൂടി അടിക്കുക. എന്നിട്ട് അത് തലയിലൊരു പാക്ക് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മക്കൾക്കും തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫേസിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ, മുഖം നന്നായിട്ട് സോഫ്റ്റ് ആവാനും ഈ ഒരു നന്നായിട്ട് കാറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടാവുന്ന ഡ്രൈനെസ് ഉണ്ടല്ലോ ഫേസിൽ, അതൊക്കെ പോകാനും നല്ലതാണ് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ മുഖത്ത് തേച്ചിട്ട്. പിന്നെ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാ. ടാറ്റാ.